ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ഹെയർ മാസ്കാണ് ഞാൻ പറയാൻ പോകുന്നത്. 2026 ഇനിയും നമ്മുടെ മുടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആരും കഷ്ടപ്പെടാൻ വേണ്ടിയ ആവശ്യമില്ല. അത് മുടി കൊഴിഞ്ഞു പോകുന്നവർക്കും മുടി വളരാതെ അങ്ങനെ തന്നെ നിൽക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ഹോം റെമഡിയാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് ഒരു സവോളയും ഒരു അലവേറ ഒരു ഇലയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇല തന്നെയാണ് കേട്ടോ. അത് നല്ലപോലെ ആ പച്ച കളറിലുള്ള ആ ചീകി എടുത്ത് മാറ്റണം. അതിൻ്റെ അകത്തിരിക്കുന്ന ജെല്ല് മാത്രം മതി നമുക്ക് കേട്ടോ. ഇത് നമ്മൾ ആദ്യം പറിച്ചെടുത്തിട്ട് അതിൻ്റെ ആ മഞ്ഞ കളറ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കുത്തി നാട്ടി നിർത്തണം. അതിന് ശേഷം നമ്മൾ നല്ലപോലെ കഴുകി എടുത്തിട്ട് ഈ പച്ച കളറിലുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞ് മറ്റേ ആ ജെല്ല് മാത്രം എടുത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നല്ലപോലെ കഴുകിയിട്ട് നമുക്കതെടുത്തൊന്ന് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കണം. എന്നാന്ന് പറഞ്ഞാൽ അത് കഴുകിയെടുത്തില്ലെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പ് മൊത്തം ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് മുടിയില്ലാത്തവർക്ക് പാർലറിലും മറ്റു വില കൂടിയ മരുന്നുകളും ഒന്നും വാങ്ങി നമുക്ക് തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുടി കൊഴിയുന്നെങ്കിൽ അത് എന്താണ് കൊഴിയാനുള്ള കാരണമെന്ന് ആദ്യം നമ്മളതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നമ്മുടെ വിറ്റമിൻ B12ഉം വിറ്റമിൻ Dയും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തെന്നാൽ നമുക്ക് മുടി കൊഴിയാനായിട്ടുള്ള തൈറോയ്ഡ് ഇരിക്കുന്ന പേഷ്യൻറ്റിനും മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് ആദ്യം ചെക്ക് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കണം. ഇത് നമ്മുടെ ഹോം റെമഡി. ഇത് നമ്മൾ ഒരു സബോള എടുത്ത് അലോവേറ ജെല്ലും ഇനി ഇത് അരച്ചെടുക്കണം. നമുക്ക് ഇത് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം. നമുക്ക് ഇതൊന്ന് മൊത്തത്തിലൊന്ന് അരച്ച് കൊണ്ടുവരാം. അരച്ച് എടുത്തുകൊണ്ട് വന്നാൽ മാത്രം പോരാ, അരച്ചെടുത്തിട്ട് ഇതിൻ്റെ പിസറൊന്നും ഇല്ലാതെ നമുക്കൊരു തുണിയിലോ ഒരു നമ്മുടെ ഒരു അരിപ്പയില വെച്ച് നല്ലപോലെ ഒന്ന് അരിച്ചും കൂടെ എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ തലമുടിയാൽ അത് പറ്റി പിടിച്ചിരിക്കുമ്പം പിന്നെ അത് കഴുകുമ്പോൾ നമുക്കത് ഒത്തിരി കഷ്ടപ്പെട്ട് വേണം അത് പോകാനായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും തലമുടിയാൽ അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കും വീട്ടമ്മമാർക്കും 50 വയസ്സ് കഴിഞ്ഞവർക്കും എല്ലാവർക്കും ആണുങ്ങൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെമഡിയാണിത് കേട്ടോ. ഇത് സിമ്പിളായിരുന്നാലും ഇതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും കേട്ടോ. നമ്മളിത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്ത് ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. മുടി ചില ആൾക്കാർക്ക് തോളപ്പം നിൽക്കത്തുള്ളൂ, വളരത്തേ ഇല്ല, അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കണം. പിന്നെ സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നമ്മളിത് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു വിറ്റമിൻ E ക്യാപ്സ്യൂള് അതും കൂടെ കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന ഒരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ നല്ല പോലെ ഇതിൻ്റെ കൂടെ ചേരുന്ന കണക്ക് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ തേക്കുന്നതിന് മുന്നേ തലയിൽ കുറച്ച് എണ്ണ തേക്കണം കേട്ടോ. സൈനസൊക്കെ ഉള്ളവർ നോക്കണേ. സൈനസൈറ്റിസ് ഉള്ളവർക്ക് ജലദോഷം വരാനായിട്ട് തണുപ്പല്ലേ ഉള്ളി, അലോവേറ ജെല്ലും തണുപ്പാണ്, അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇത് നല്ല പോലെ ഇതിങ്ങനെ ആകുമ്പോൾ നല്ല ഒരു ക്രീം കണക്ക് വരും. നമ്മുടെ തലയിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് നല്ല പോലെ ഇത് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മളുണ്ടല്ലോ വിരലെല്ലാം വെച്ച് നല്ല പോലെ സ്കാൽപ്പ് നല്ല പോലെ ഇത് ഇറങ്ങുന്ന കണക്ക് നല്ല പോലെ തേക്കണം കേട്ടോ. നല്ല റിസൾട്ടാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടെന്നാൽ ഒന്ന് ലൈക്കും ചെയ്തേക്കണം കേട്ടോ, മറക്കരുതേ. താങ്ക് യു മക്കളെ, ലവ് യു ഓൾ.